ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ 6 മണിക്കത്തെ കുർബാനയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് കുറച്ചേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടിയ 4 മണിയുടെ കുർബാനയും കഴിഞ്ഞ് 2 പാക്കറ്റ് റൊട്ടിയും കുറച്ച് ചിക്കനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് സാധാരണപ്പെട്ട എല്ലാ പെണ്ണുങ്ങൾക്കും മടിയൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് മാത്രം പ്രത്യേകിച്ച് മടിയൊന്നുമില്ല കേട്ടോ. കാരണം കറി വെച്ചാൽ കഴിക്കാമല്ലോ എന്ന് ഞാൻ ഓർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ കുളിച്ചതാണേലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞായറാഴ്ച ഇറച്ചി മേടിക്കാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇറച്ചിയൊക്കെ മേടിച്ചപ്പോഴത്തേക്കും പോയി കേട്ടോ. അപ്പോൾ ചേട്ടായി പറഞ്ഞ് ചായ ഇടറി, നമുക്ക് ചായയെല്ലാം കുടിച്ചിട്ട് ബാക്കി പണിയെല്ലാം ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ അടപ്പത്ത് വെച്ച് കുറച്ച് അരിയൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു. അരിയും കഴുകിയിട്ടിട്ട് ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് അങ്ങ് ചായ കൂടി തുടങ്ങി കേട്ടോ. ബ്രെഡും തേനും ചായയും എല്ലാം കൂടെ കൂട്ടി അടിപൊളിയായിട്ട് എല്ലാവരും മുണുങ്ങാന്ന് പറഞ്ഞിരുന്ന് തിന്നു കേട്ടോ. തീറ്റ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ചിക്കൻ കറി വെക്കാൻ കേട്ടോ. കറി വെക്കുമല്ല, ഞങ്ങൾ ഓൾറെഡി വറക്കുവാട്ടോ ചെയ്യുന്നത്. വറക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം എടുത്ത് നല്ലപോലെ സൂപ്പറായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കേട്ടോ. ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കി ആദ്യമേ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിങ്ങനെ ചിക്കൻ എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് സാധനങ്ങളെല്ലാം ഇട്ട് ഏകദേശം ഫ്രൈ ആക്കുന്ന മോഡലൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ എന്നൊക്കെ അതിനകത്തൊക്കെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യമേ ചെറിയ കഷ്ണങ്ങളാക്കും. കൂടുതലും നല്ല കഷ്ണങ്ങളാട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഹോട്ട് മസാലയാണ് ഉപയോഗിക്കുന്നത്. കാരണം വറക്കാനൊക്കെ ഉപയോഗിക്കുന്നത് നല്ല എരിവും എല്ലാം ഉള്ള മസാലയാട്ടോ. അതിൻ്റെ കൂടത്തെ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ട് മസാല എന്ന് പറഞ്ഞാൽ ഇച്ചിരി എരിവൊക്കെ ഉള്ള മസാലയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടി മാത്രമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നാരങ്ങ നീര് അതിൻ്റെ മണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ വെളുത്തുള്ളി, തൊണ്ട് കളയാത്ത വെളുത്തുള്ളി ചതച്ചാട്ടോ അതിനകത്തേക്ക് ഇടുന്നത്. കാരണം ആ തൊണ്ടിങ്ങനെ കരിഞ്ഞ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ തൊണ്ട് കളയാത്ത വെളുത്തുള്ളിയും ചതച്ച് അതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാട്ടോ അതിനകത്തേക്ക് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും ചതച്ചാണ് ഇടുന്നത്. എല്ലാ സംഭവം ചതച്ചാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി എടുത്തു വന്നിട്ടുണ്ട്. ഇഞ്ചി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ചിക്കൻ ഫ്രൈക്കൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് ടേസ്റ്റ് തരുന്നൊരു സംഭവമാട്ടോ നമ്മുടെ കുരുമുളക് പൊടി ഇട്ടാൽ വേറൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും പൊടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഏറെ നേരം ഒന്നും വെക്കുന്നില്ല, രാത്രിയിലല്ലേ ഞാൻ ഈ പണി ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉള്ളതാണ്, കുരിശൊക്കെ വരയ്ക്കാനുള്ള കേട്ടോ. അപ്പോൾ ഇച്ചിരി മുളക് പൊടിയുടെ കുറവ് വന്നുകൊണ്ട് ഞാൻ തുള്ളി മുളക് പൊടിയും കൂടി ഇട്ട് നല്ല അടിപൊളിയായിട്ട് കുഴച്ച് നല്ല അടിപൊളിയായിട്ട് അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. ആണ് നല്ല സൂപ്പറായിട്ട് നല്ലപോലെ ആ ഒരു നാരങ്ങ നീരും ആ ഒരു ഉപ്പും എല്ലാം അതിനകത്തേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടി, പിന്നെ മസാലകളും എല്ലാം നല്ലപോലെ പിടിക്കാൻ വേണ്ടി അടിപൊളിയായിട്ട് ഞാൻ അങ്ങോട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്കും കൊച്ചു വഴക്ക് തുടങ്ങി കേട്ടോ. കുഞ്ചിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചു. ഞാൻ ഇച്ചിരി എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ മൂടിയിട്ട് വേവിക്കും കേട്ടോ. മൂടി വേവിച്ച ശേഷം മാത്രമായിട്ട് അത് ഉണക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഇറച്ചി അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ചല്ല, മൊത്തം ഇറച്ചി, ഞാൻ ആ ഇളക്കിക്കൊണ്ടിരുന്ന ഇറച്ചി മൊത്തം ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മൂടി വെച്ച് ഇളക്കി വേവിച്ചു കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് ഞാൻ ഈ ക്യാപ്സിക്കവും എന്താ പറയുക തക്കാളിയും സവോളയൊക്കെ അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. സ്വാഭാവികമായിട്ടും ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ പച്ചമുളകാട്ടോ അരിഞ്ഞിടാറുള്ളത്. അപ്പം നല്ല ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് ഇതെല്ലാം പെറുക്കി തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.